നമസ്കാരം. നീളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചേലക്കര മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി VM മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. ഇന്ന് നമുക്കറിയാം, പാർലമെന്റിന്റെ നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് പഞ്ചായത്ത് അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് PMGS5 പദ്ധതിയാണ്. നമ്മുടെ മണ്ഡലത്തിലാണെങ്കിൽ, അതായത് കാലത്തൂർ മണ്ഡലത്തിലേക്ക് ഏകദേശം 82 റോഡുകളുടെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി അവിടെ പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ. തുടർന്ന് വരവൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ചേലക്കര മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ ശിലാഫലകം ചേലക്കര MLA UR പ്രദീപ് അനാച്ഛാദനം ചെയ്തു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K സ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഓൺലൈനിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ, വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA ഹിദായത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS പ്രദീപ്, VK സേതുമാധവൻ, VT സജീഷ്, K ജിഷ, PMB വാത്തുകുട്ടി, PK അനിത എന്നിവർ സംസാരിച്ചു. ഏതാണ്ട് മിനിറ്റുകൾ കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ആ ഉദ്ഘാടനത്തിൽ നമ്മുടെ മണ്ഡലത്തിലെ വരവൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ പോകുന്ന ചിറ്റന്റെ തലശ്ശേരി റോഡും, അതുപോലെ തന്നെ നമ്മുടെ വരവൂർ പഴയന്നൂർ കൊണ്ടാഴി പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന പുത്തരിക്കര റോഡ്, ഈ 2 റോഡുകളും ഈ സംസ്ഥാന ഉദ്ഘാടനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ 2 റോഡുകളും കൂടെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ഉദ്ഘാടനം നടത്താൻ പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞതും സൂചിപ്പിച്ചതുമായിട്ടുള്ള പരിപാടികളുടെ പങ്കാളിത്തം മനസ്സിലാക്കിയാൽ വീണ്ടും കേരളത്തിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ള കാര്യം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു ഒത്തൊരുമയോട് നിന്ന് അതിനുവേണ്ടി പരിശ്രമിക്കാമെന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ PWD രംഗത്ത് ഒരു ഉടച്ചു വാർക്കലാണ് നടന്നിട്ടുള്ളത്. അനുമതിരഹിതമായിട്ടുള്ള പ്രവൃത്തികൾ സമയബന്ധിതമായി തന്നെ തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവാരം നിലനിർത്തുക, ഇതെല്ലാം മുൻകാലങ്ങളിൽ നമുക്ക് കാണാൻ കൊണ്ടുപോലും കഴിയില്ല. ചെർപ്പുളശ്ശേരി എഴുവന്തലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡനത്തിനിരയാക്കി ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 43 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. പാലക്കാട് പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ചെർപ്പുളശ്ശേരി എഴുവന്തലയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 43 വർഷ കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷ അധിക തടവ് അനുഭവിക്കണം. നെല്ലായ എഴുവന്തല സ്വദേശി മണികണ്ഠനെയാണ് ശിക്ഷ വിധിച്ചത്. പാലക്കാട് പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2022 കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടിയുടെ ബന്ധു കൂടിയാണ് ഇയാൾ. താമസിക്കുന്ന വീട്ടിൽ വെച്ച് പ്രതി ഗുരുതര ലൈംഗിക അതിക്രമം നടത്തി ഗർഭിണിയാക്കുകയായിരുന്നുവെന്നാണ് കേസ്. അന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ M സുജിത് പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 20 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 35 രേഖകൾ ഹാജരാക്കി. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാറാണ് ഹാജരായത്. പട്ടാമ്പിയിൽ വിദേശ മദ്യവുമായി ഒരാൾ പിടിയിൽ. മേലെ പട്ടാമ്പി സ്വദേശി രാജനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ചെർപ്പുളശ്ശേരി എഴുവന്തലയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 43 വർഷ കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷ അധിക തടവ് അനുഭവിക്കണം. നെല്ലായ എഴുവന്തല സ്വദേശി മണികണ്ഠനെയാണ് ശിക്ഷ വിധിച്ചത്. പാലക്കാട് പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്.
2022 കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടിയുടെ ബന്ധു കൂടിയാണ് ഇയാൾ. താമസിക്കുന്ന വീട്ടിൽ വെച്ച് പ്രതി ഗുരുതര ലൈംഗിക അതിക്രമം നടത്തി ഗർഭിണിയാക്കുകയായിരുന്നുവെന്നാണ് കേസ്. അന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ എം സുജിത് പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 20 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 35 രേഖകൾ ഹാജരാക്കി. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാറാണ് ഹാജരായത്. പട്ടാമ്പി പെരുമടിയൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. റെയിൽവേയുടെ 90 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പാത നിർമ്മാണം. പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും SNGLP സ്കൂളിലേക്കും വരുന്ന 100 കണക്കിന് വിദ്യാർത്ഥികൾക്കും പ്രദേശത്തെ നാട്ടുകാർക്കും റെയിൽവേ പാളം മുറിച്ചു കടന്ന് യാത്ര ഒഴിവാക്കാനാണ് റെയിൽവേ അടിപ്പാത നിർമ്മിക്കുന്നത്. പെരുമുടിയൂർ റെയിൽവേ അടിപ്പാത വേണമെന്നുള്ള പതിറ്റാണ്ടുകളുടെ ആവശ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത്. ഏറെ മുറവിളികൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. റെയിൽവേയുടെ തന്നെ ഫണ്ടായ 90 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. സ്കൂൾ തുറക്കുമ്പോഴേക്കും അടിപ്പാത തുറന്നു കൊടുക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള പ്രവർത്തികളാണ് ഇവിടെ നടക്കുന്നത്. അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പെരുമുടിയൂർ ഗ്രാമവാസികളുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുക. കറുകപുത്തൂർ സെന്ററിനു സമീപം കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു. ശനിയാഴ്ച രാവിലെ 10:30 കറുകപുത്തൂർ പെരിങ്ങോട് റോഡിലായിരുന്നു അപകടം. പെരിങ്ങോട് നിന്നും കറുകപുത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് മുറിഞ്ഞു വീണു. വാഹനത്തിന്റെ മുൻവശവും തകർന്നു. വാഹനത്തിലെ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരിങ്ങോട് ഈവനിംഗ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സായാഹ്ന ഫുട്ബോൾ ടൂർണമെന്റ് ഞായറാഴ്ച സമാപിക്കും. ടൂർണമെന്റിന് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. മെയ് 1 മുതൽ പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നുവരുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ നഗര ഗ്രാമപ്രദേശങ്ങളിലെ ശക്തരായ 16 ടീമുകളാണ് ഏറ്റുമുട്ടിയത്. VA പീതാംബരൻ, P ബാലകൃഷ്ണൻ മെമ്മോറിയൽ ട്രോഫികൾക്കു വേണ്ടിയാണ് അഖില കേരള സെവൻസ് സായാഹ്ന ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന വാശിയേറിയ സെമി ഫൈനൽ മത്സരങ്ങളിൽ MFA മധുപ്പുള്ളി ടീമിനെ പരാജയപ്പെടുത്തി പെരിങ്ങോട് ഈവനിംഗ് സ്പോർട്സ് ക്ലബ്ബും കോക്കൂർ ബ്രദേഴ്സ് ക്ലബ്ബിനെ തോൽപ്പിച്ച് ഫ്രണ്ട്സ് ചങ്ങരംകുളവും ഫൈനലിൽ പ്രവേശിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിന്റെ സമാപനോദ്ഘാടനം ഈവനിംഗ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് A. സേതുമാധവന്റെ അധ്യക്ഷതയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന നിർവഹിക്കും. തളി നെഹ്റു സ്മാരക വായനശാലയുടെ കീഴിലുള്ള ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നാടകകളരി സംഘടിപ്പിച്ചു. അസീസ് പെരിങ്ങോട് നേതൃത്വം നൽകി. വായനശാല സെക്രട്ടറി CK വിനോദ്, വൈസ് പ്രസിഡന്റ് TPA ഹമീദ് എന്നിവർ സംസാരിച്ചു. പടിഞ്ഞാറങ്ങാടിയിൽ സ്വകാര്യ ക്ലിനിക്കിലെ ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറ്റണ്ട സ്വദേശി നെല്ലിക്കൽ പറമ്പിൽ വീട്ടിൽ 28 വയസ്സുള്ള സുധീഷിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. വാടക വീട്ടിൽ 2ാം നിലയിലെ മുറിക്കകത്തെ ഹുക്കിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടത്. 2 മാസം മുമ്പാണ് സുധീഷ് പടിഞ്ഞാറങ്ങാടിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ജോലിക്കെത്തിയത്. ശനിയാഴ്ച ഉച്ചയായിട്ടും ക്ലിനിക്കിൽ ജോലിക്കെത്താതായതോടെ ജീവനക്കാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.